ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 6 ലീഡിങ് ആൻഡ് കൺട്രോളിങ് പാർട്ട് 2. ഇപ്പോൾ മോഡ്യൂൾ 6ൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ബേസിക് കൺട്രോൾ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് എഫക്റ്റീവ് കൺട്രോൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പം പാർട്ട് 2 നമ്മൾ ചെറിയൊരു ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്, ഫീഡ്ബാക്ക് കൺട്രോൾ ആൻഡ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ഫസ്റ്റ്, feedback control system. Controlling involves monitoring the implementation of plan and taking any corrective action if necessary. Here, the control is based on the use of feedback about the activity being controlled. It involves the following phases: establishing the standards of desired performance, measurement of actual performance, comparison of actual performance against standards, identification of any deviations from the desired performance, evaluate the causes of deviation, identifying corrective actions, implementation of corrective actions. നമുക്കിത് ഒരു ചാർട്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. ആദ്യം സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്നിട്ട് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്തു, എന്നിട്ട് നമ്മൾ അത് തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എനി ഡീവിയേഷൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദി കോസസ് ഓഫ് ഡീവിയേഷൻ. നമ്മൾ ഡീവിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ആ ഡീവിയേഷൻ വന്നത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വി വിൽ ഐഡൻറ്റിഫൈ ദി കറക്റ്റീവ് ആക്ഷൻസ്. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദി കറക്റ്റീവ് ആക്ഷൻസ് വി വിൽ ഇംപ്ലിമെൻറ്റ് ദി കറക്റ്റീവ് ആക്ഷൻസ് ആൻഡ് ദെൻ ദിസ് സൈക്കിൾ വിൽ ഗോ ഓൺ. അപ്പോൾ ഇതാണെന്താ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ നമ്മൾ പോവുകയാണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് കൺട്രോൾസ് എന്ന് പറയും. വെൻ മാനേജേഴ്സ് ഇംപ്ലിമെൻറ്റ് കൺട്രോൾ ഈവൻ ബിഫോർ ദി ആക്ച്വൽ ആക്ടിവിറ്റീസ് ബിഗിൻ, ഇറ്റ് ഈസ് നോൺ ആസ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫീഡ്ബാക്ക് കൺട്രോളിലാണ്. അപ്പോൾ ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? എറർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഫീഡ് ഫോർവേഡ് കൺട്രോളിൽ സിറ്റുവേഷൻ വ്യത്യാസമാണ്. എന്താ? ദി കൺട്രോൾ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഈവൻ ബിഫോർ ദി ആക്ച്വൽ ആക്ടിവിറ്റീസ് ബിഗിൻ. ഫീഡ് ഫോർവേഡ് കൺട്രോൾ സീക്സ് ടു മിനിമൈസ് ഓർ പ്രിവെൻറ്റ് പെർഫോമൻസ് ഡെഫിഷ്യൻസീസ് ത്രൂ എ പ്രിക്കോഷണറി കൺട്രോൾ സിസ്റ്റം. ഒരു പ്രിക്കോഷണറി കൺട്രോൾ സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ഡിഫക്റ്റിനെ നമ്മൾ മിനിമൈസ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. Preventive maintenance on machinery is an example of feed-forward control system. അപ്പോൾ ഒരു ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഓൺ മെഷീനറി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ കാർ എപ്പോഴാണ് നിങ്ങൾ കാർ സർവീസ് ചെയ്യുന്നത്? 10,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം, ഇല്ലെങ്കിൽ 20,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫ്യൂൽ ചേഞ്ച് ചെയ്യും, ഫ്യൂൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്യും, ഫ്യൂൽ ഓയിൽ ചേഞ്ച് ചെയ്യും, ഓക്കെ, ടയേഴ്സ് ചേഞ്ച് ചെയ്യും, ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യും അല്ലേ. ഒരു നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് സർവീസ് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കാറിൻ്റെ. എന്തിനാ? ടു പ്രിവെൻറ്റ് ഡിഫക്ട്സ്. അതെന്ന് പറയുന്നത് എന്താണ്? ഇല്ലെങ്കിൽ കാറിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഓർ ഇറ്റ് ഈസ് എ പ്രിക്കോഷണറി കൺട്രോൾ സിസ്റ്റം. In this type of control, the system is put into place where it tells to take the corrective action well in advance before the problems occur. It is also known as input control or steering control. അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് സിമ്പിൾ ഫീഡ്ബാക്ക് ആൻഡ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതാണ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, ഇതാണ് ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റത്തിനകത്ത് ഫസ്റ്റ് ഇൻപുട്ട്സ്, പിന്നെ പ്രോസസ്സ്, പിന്നെ ഔട്ട്പുട്ടും പിന്നെ സ്റ്റാൻഡേർഡ്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. ഫീഡ്ബാക്ക് എന്തായിരിക്കും? ചിലപ്പം ഡിഫക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡീവിയേഷൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഡീവിയേഷൻസ് നമ്മൾ എവിടെയൊക്കെ കൊടുക്കും?
ഇൻപുട്ട്സിലും കൊടുക്കും പ്രോസസ്സിലും കൊടുക്കും. ഇതാണ് എന്താ ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീഡ് ഫോർവേഡ് കൺട്രോളിലോട്ട് പോകാം. അപ്പോൾ ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്ന സ്ഥലമാണ്. ഇതാണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫീഡ് ഫോർവേഡ് കൺട്രോളിൻ്റെ മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ് ഫോർവേഡ് കൺട്രോളിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലെ എററിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രോസസ്സിലുണ്ടാകുന്ന എററോ അല്ലെങ്കിൽ ഇൻപുട്ട്സിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമോ കാരണം ഉണ്ടായിരിക്കാം ഔട്ട്പുട്ടിൽ എറർ വരുന്നത്. അപ്പോൾ നമ്മൾ ഫീഡ് ഫോർവേഡ് കൺട്രോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് കറക്റ്റാണോ എന്ന് നോക്കും. ഇൻപുട്ട്സ്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ കറക്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽ ആണോ ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ കേസാണെങ്കിൽ എറർ ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുമാത്രമല്ല ആ പ്രോസസ്സ് ഫേസിൽ വരുമ്പോൾ പ്രോസസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഈ ഫീഡ് ഫോർവേഡ് കൺട്രോൾ ചെക്ക് ചെയ്യും. അപ്പോൾ രണ്ട് ഇൻപുട്ടിലെയും പ്രോസസ്സിലെയും പ്രശ്നങ്ങൾ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. ഇതാണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ഓക്കെ, ഇതാണ് ഫീഡ് ഫോർവേഡ് കൺട്രോളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം എല്ലാം ഫീഡ് ഫോർവേഡും ഫീഡ്ബാക്ക് കൺട്രോളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് എൻകറേജസ് ദി മാനേജേഴ്സ് ടു ബി പ്രൊആക്റ്റീവ് ആൻഡ് ഡീൽ വിത്ത് ദി പ്രോബ്ലംസ് ബിഫോർ ദേ ഒക്വർ. 2. Reforecasting on a monthly or a continuous basis can save time when it comes to completing a quarterly or a annual budget. അപ്പോൾ നമ്മുടെ ഫീഡ് ഫോർവേഡ് കൺട്രോളിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് എപ്പോഴും പ്രൊആക്റ്റീവ് ആവാൻ വേണ്ടി ആ ഒരു സിസ്റ്റം എൻകറേജ് ചെയ്യും. കാരണം പ്രോബ്ലംസ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പേ അത് റെക്ടിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സ് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ റീഫോർകാസ്റ്റിംഗ് ഓൺ എ മന്ത്ലി ഓർ എ കണ്ടിന്യൂസ് ബേസിസ് ക്യാൻ സേവ് ടൈം വെൻ ഇറ്റ് കംസ് ടു കംപ്ലീറ്റിംഗ് എ ക്വാർട്ടർലി ഓർ എ ആനുവൽ ബഡ്ജറ്റ്. നമുക്കൊരു ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രിക്കോഷണറി കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഫീഡ് ഫോർവേഡ് കൺട്രോളിൽ. ആ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ക്വാർട്ടർലി ബഡ്ജറ്റ് ആയാലും ആനുവൽ ബഡ്ജറ്റ് ആയാലും നമുക്ക് ഈസി ആയിട്ട് ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ഇറ്റ് മേ ബി ടൈം കൺസ്യൂമിങ് ആസ് ദി കൺട്രോൾ റിപ്പോർട്ട്സ് മസ്റ്റ് ബി പ്രൊഡ്യൂസ് റെഗുലർലി ആൻഡ് ലേബർ ആൻഡ് ടൈം ഇൻറ്റൻസീവ്. ഓക്കെ, ഈ ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കൺട്രോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതെന്ന് പറയുന്നത് ലേബറും ടൈം ഇൻറ്റൻസീവും ആണ്. 2. It may require a sophisticated forecasting system which could be expensive. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രിക്കോഷണറി കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് ആവശ്യമാണ്, അത് എക്സ്പെൻസീവാണ്. 3. Takes the focus of day-to-day organizational activities. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രിക്കോഷണറി കൺട്രോൾ ആയതുകൊണ്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് ഫോക്കസ് മാറും. അപ്പോൾ ഇത്രയാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഒരു ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ ഡിമെറിറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം ഞാനത് ഡിസ്കസ് ചെയ്തോളൂ. നിങ്ങൾ തനിയെ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.